അളിയ ഗോകു അളിയാ ഈ കോമ്പറ്റീഷൻ മറന്നു കളിയാ നീ? മോനെ എടാ അവന് 21 സെക്കൻഡ് ആയിട്ടടാ. ഇനി കാട്ടിപ്പോയാ പോയി ഇടയ്ക്ക് വെച്ച് നീ ഭയങ്കര കളിയായിരുന്നു കളാ. നീ ഇപ്പൊ വാലോ കളിക്കത്തില്ല പോയി കളിക്കാൻ തുടങ്ങി. ഏത് ഗോട്ടടാ, ഏത് ഗോട്ട്, ഏത് ഗോട്ട്. $10,000. What comes in, what goes out. അളിയ അളിയ 16 അളിയ നീ എന്തിനാ അളിയ 17 അക്സെപ്റ്റ് ചെയ്തേ? ഡോൺ ചേട്ടൻ എന്തോ പറഞ്ഞേ? വേണ്ട ജോക്കി ചെയ്തോ. അമ്മ പയ്യന്റെ പേരെന്താ? അത് അളിയ എക്സ്ക്യൂസ് ഒക്കെ പലതും ഞാൻ പറയില്ലല്ലോ എന്റെ അത് ഞാൻ കളിക്കാറില്ല. നമ്മുടെ ചെറുക്ക് ഇത്ര സീരിയസ് ആയിട്ട് കളിക്കാത്തോണ്ടാ ഞാൻ അത് ഓഫ് ചെയ്ത് കളിച്ച് പഠിച്ചിട്ടില്ല. മനസ്സിലായി? കുഴപ്പമൊന്നുമില്ല. നമ്മള് ടാലി ആയി പോയില്ലേടാ. ഇനിയിപ്പോ ടാലി ആയി പോയില്ലേടാ. അല്ലല്ലേ ടാലി ആയി പോയില്ലേ? ഫൈനൽ മാച്ച് കളിക്കാം. അല്ല ഇതെന്തോ നീ പറഞ്ഞ എന്തോ വരുന്നത്? ഒരു എന്തോ പറഞ്ഞ നീ എന്താ പറഞ്ഞ എന്തോ ഇത് ഞാനിപ്പോ ഹാൻഡിക്യാപ്ഡ് ആണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കഴിഞ്ഞ കളി നീ എന്തോ ഹാൻഡിക്യാപ്ഡ് അല്ലായിരുന്നു? പക്ഷെ ഞാൻ ഓർത്തില്ല കഴിഞ്ഞ കളി. കഴിഞ്ഞ കളി നിനക്ക് നിനക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ കളി ജയിക്കാൻ പറ്റുമെങ്കിൽ ഈ കളി അത് ഓഫ് റോഡ് വണ്ടിയാണ്. ഓഫ് റോഡ് വണ്ടിയല്ല, സ്പോർട്സ് കാറാണ്. ആക്ഷൻ ഇല്ല എനിക്ക്. എൻജോയ് ചെയ്ത് ലൈവിൽ കാണിക്കാൻ വേണ്ടി ഡ്രിഫ്റ്റിനായിട്ട് ഓഫ് ചെയ്തത്. പിന്നെ ദേവസ്തിയുടെ ഞാനെ കിട്ടും. ഓക്കെ അളയാ പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്തോ പച്ചപ്പുല്ല് കാണുമ്പോഴാണ് നിർത്തുന്നേ. നമ്മ ഫ്ലൈയിങ് ഇട ഫ്ലൈയിങ്. നിങ്ങളെ കുറച്ചു നേരം ബോറടിക്കുന്ന ഈ കണ്ണടച്ച് ഓടിയതാ. നിങ്ങളുടെയൊക്കെ ഡോണേറ്റിന്റെ മാസ് ഡയലോഗുകൾ വേണ്ട അവൻ കേറുന്നു. ഞങ്ങളെല്ലാം വിശ്വാസം അവൻ തകർത്തു.
തകർത്ത് കളഞ്ഞു. ഇല്ല, ഞാൻ ആന്റി കാർഡും അല്ലായിരുന്നെങ്കിൽ നമ്മളെ എടാ എടാ കമ്പനി എടാ എടാ ഒരുമാതിരി നീ മറ്റേ ഇത് ഡയലോഗ് അടിക്കല്ലേ, നീ മറ്റേ ഡയലോഗ് അടിക്കല്ലേ നീ എന്നാ പിന്നെ സെറ്റിങ്സ് മാറ്റിട്ട് ഒരു മാച്ച് കൂടെ വെച്ചോ അടുത്തത്. സച്ചിൻ എന്താ മോശം കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് ഗ്രിപ്പ് ഇടാതെ കളിച്ചോണ്ടാന്ന് പറഞ്ഞ കണക്കായി പോലെ ഇത് കൂടുതലായി എക്സ്ക്യൂസ് ഇറക്കല്ലേ നീ അങ്ങനെ. നീ വെളിയിരുന്ന് കളിക്കുന്നത് നിനക്ക് മനസ്സിലാവൂല അവിടുത്തെ. അളെ വെളിയിരുന്ന് കളിക്കുന്നതിന് ഞാനാളിയാ പൈസ ഇടാന്ന് പറഞ്ഞ മനസ്സിലായോ? നിന്റെ പൈസ അല്ല, നീ ഇവന്റെ പൈസ അല്ല, ഞാനാ പൈസ ഇടാന്ന് പറഞ്ഞ. അതൊന്നും എനിക്കറിയണ്ട, അത് നിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ഇറ്റ് വാസ് യുവർ ഫ്രീക്കിംഗ് റെസ്പോൺസിബിലിറ്റി, എന്റെ അല്ല. ഞാൻ കളിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് എന്ത് പറ്റി. ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. നമ്മ പയ്യൻ ഈസ് ഫ്ലൈയിങ്. നീ അല്ലടാ കണ്ടി പറഞ്ഞ് കോട്ടിന്റെ കണ്ടി, ആ ഗ്ലൗസ് എടുത്തിട്ട് മമ്മിക്ക് മുളകരിയാൻ വേണ്ടി കൊടുത്തേ. അവൻ പോയടാ, അവൻ സ്കൈഡാക്സ് ഒക്കെ പോയി. അയ്യ കോക്കു അവനൊക്കെ വഴിവെട്ടി ഓടി അവനൊക്കെ. സ്കൈഡാക്സ് ഒക്കെ പോയടാ. അളിയാ ഒരു തോല് എടാ, എന്റെ ആ ഒരു ട്രസ്റ്റ് നോക്കിടാ, 5-ന്ന് 10 ആക്കി കണ്ട. നമ്മളൊക്കെ ധൈര്യത്തിൽ നമ്മൾ നിർത്തിയെ കൊടുത്തായിരുന്നു ഒരു അടുത്ത എടാ 10 സെക്കൻഡ് നിർത്തി കൊടുത്താലും പിന്നെ 39 സെക്കൻഡ് ഉണ്ട്. വണ്ടി നിർത്തിയേ. വണ്ടി നിർത്തി എന്റെ സെറ്റിങ്സ് മാറി കിടക്കാം. എന്റെ സെറ്റിങ്സ് അളേ ഇത് നമ്മൾ മനസ്സിലായാളിയാ, നിന്റെ ഓഫായി കിടക്കുന്ന മനസ്സിലായാലേ, ഇതിനെ 100 വട്ടം പറയല്ലേ അളിയാ. ഇതൊക്കെ ഓണായി കിടന്നാണ്ടല്ലോ, എന്നെ തൊടൂലല്ലോ. അതെ, ഇതിപ്പോ തൊടുകയും ചെയ്തു, കോപ്പിക്കുകയും ചെയ്തു, ബെറ്റിന്റെ ഇത് നില്ലാവുകയും ചെയ്തു. കുഴപ്പം കണ്ടി അവിടെ പോയിക്കായിരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് പോയ ചേട്ടാ. കണ്ടീന്ന് കോരിയാണ് കുടിക്കുന്നത്. എന്താ ഇത്, എത്ര മിസ്റ്റേക്കാണ്. നമ്മളെങ്ങനെയാടാ ഈകളെ ഓടിക്കുന്നത്? ട്രാക്സിലൊക്കെ ഉണ്ടോ? ഓഫാ അല്ലേ? പഠിക്കണം, മനസ്സിലായ നമ്മുടെയൊക്കെ ഓഫാക്കിയിട്ട് നമ്മൾ മൈ പെയിൻ ഈസ് ഫ്ലൈയിങ്. അങ്ങനെ ഓടിച്ച് പഠിച്ചോണ്ട് അങ്ങനെ പറ്റും, മനസ്സിലായില്ലേ? ശീലങ്ങൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഗോകു ഉണ്ടല്ലോടാ, എടാ നാറിയാടാ ഗോകു. നീ ആ ടൈമർ ഓഫ് ചെയ്തടാ. നീ എന്തിനു പറയണത്? അത് കാണിക്കുന്നില്ല. ഒത്തിരി ദൂരെയാണെങ്കിലല്ലേ കാണിക്കാത്തത്. ഞാൻ വിളിച്ചു 77 ഉണ്ടോ, ഞാൻ വിളിച്ചു ഓഫ് ചെയ്യുന്നത് സെറ്റിങ്സിൽ പോയിട്ടേ. അല്ല മോനെ, നീ അവിടെ 2 റൗണ്ട് എടുത്തോടാ. 2 റൗണ്ട് നീ റാ പോലെ വരച്ചു, എന്നാലും ഷോട്ടെക്സിന്റെ അവിടെ ഉരുട്ടിക്കൊണ്ട് നടക്കുക. അളേ ഗോകു UK സമ്മറാണോടാ? ചൂടാളിയാ. ഇങ്ങനത്തെ എല്ലാവരും സ്റ്റിയറിംഗ് വീലിൽ അടാക്കാശ് കളിക്കുന്നത്, എല്ലാവരും സ്റ്റിയറിംഗ് വീലിൽ കളിക്കുന്നത്. കൺട്രോളർ
എന്താടാ അങ്ങനെ സംഭവിക്കണം അവിടെ? ഗോപു അതല്ല ഗോപുരത്തെ ഇവിടെ എനിക്ക് വിഷമല്ലടാ കാസ്ട്രോ കാസ്ട്രോ വിഷമം കൊണ്ടേ അല്ലെ ഗോപുര ബാക്കിൽ പച്ചപ്പുല്ല് എന്റെ അടുത്ത് വന്നാൽ എനിക്കൊരു വാശിയുള്ളൂ. ഞാൻ അവിടെ വണ്ടി നിർത്തി കൊടുത്തിട്ട് പച്ചപ്പുല്ല് ചവയ്ക്കാൻ എനിക്ക് വേണ്ടിട്ട് അടുത്ത് വന്നാലൊരു വാശിയുള്ള എനിക്ക് അടുത്ത് വന്നാലും എനിക്കൊരു വാശിയുള്ളൂ. പക്ഷേ അത് അറിയണം, നിർത്തിയിട്ടാ പോലും അടുത്ത് അറിയണം. വരും തോന്നുന്നില്ല. അതാണ് പ്രശ്നം. ഇല്ല ഞാൻ എനിക്ക് ഇത് കാണിക്കണമെന്നില്ല. ഈകളെ ഞാൻ നിർത്താം ഒപ്പം പോവാ ഈകള് നിർത്തിയല്ലേ അല്ല യാത്ര എടുത്തല്ല യാത്ര എടുത്തല്ല മനസ്സിലായി യാത്ര അടിച്ചോ യാത്ര അടിച്ചോ യാത്ര അടിച്ചോ. ഡോണ്ടർ പോയോ ഗവൺമെന്റ് വഴി ഓടി. വഴിവെട്ടിവിടെയല്ല എനിക്ക് തെളിവെടുത്ത് ഡിസ്കണക്റ്റഡ്. എടാ സോയി ഇതിനൊക്കെ ഇപ്പഴേ ഇരിക്കാനും തുറ നിങ്ങളൊക്കെ ഒരു ലാപ്പ് മുമ്പിലല്ലേ ഇടിക്കാൻ പറ്റും. അവൻ ഇനി ഒരു ലാപ്പ് മുന്നിലാണേലും പുറയിലാണല്ലോ അവൻ ഇടിക്കും. ആ ആരെയും പറയണ ഇപ്പൻ നിനക്ക് യോഗ്യത ലടിയുമാണ് തട്ടാൻ നേരത്ത് നീ ഇടിച്ച് മറ്റേ തോട്ടിക്കളയാണ്. ജോഗി ഞാനെന്തെങ്കിലും ധാരണമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് ജോഗി എക്സ്ട്രീം ലെവലേ അതെ 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 അത് സമ്മതിക്കണം കേട്ടോ, അത് സമ്മതിക്കണം. അത് നീ ലാസ്റ്റ് വരെ ട്രൈ ചെയ്തു. ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് തിരിച്ചു വന്ന് നമ്മളെ അത്രയും കിടിലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ നമ്മള് ക്ഷത്രിയ വ്യക്തമാണ് മനസ്സിലായോ? നമ്മുടെ വിട്ടത്തില്ല എടാ, ഞാനേ ഇത് ഓടിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല. ഞാനേ ഇതിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായ ഓരോരോ എനിക്ക് ഗിയോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ല മനസ്സിലായ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഈ സെറ്റിംഗ്സിൽ ഞാൻ കളിക്കാത്ത ഞാൻ ഇതിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ കഴിവ്. ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നേ? കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. നീ ഒന്ന് നിർത്തിക്കോ. ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞ എത്ര സെക്കൻഡ് ചോദിക്കാന്? അല്ലെ നാണം ഉണ്ടാവില്ല ഒരുത്തന്റെ സെറ്റിംഗ്സ് മാറി എന്നിട്ട് അവന്റെ അടുത്ത് ഇരുന്ന് ഡയലോഗ് അടിക്കാൻ നാണം ഉണ്ടാളിയാ. കുറച്ച് ഉളുപ്പുണ്ടാളിയാ നിനക്ക്. നമ്മള് ഫാസ്റ്റ് റേസ് ഇട്ടു, നോർമൽ ഇട്ടു, അതല്ല ഞാൻ കഴിഞ്ഞ ആളിയാ മാറ്റിയത്. കഴിഞ്ഞ ആളി സെറ്റിംഗ് മാറ്റിയത് ആവശ്യമുണ്ടോ? അത് എനിക്കറിയണോ? ഡയലോഗ് അടിക്കല്ലേ ഡയലോഗ് അടിക്കല്ലേ. ഞാൻ തോന്നിക്കാൻ ഈ പക്ഷേ സെറ്റിംഗ്സ് മാറി കിടക്കാനുണ്ട്. നീ സെറ്റിംഗ്സ് മാറി കിടക്കാനുണ്ട്. നീ കളിച്ചോണ്ടിരിക്കുന്ന സെറ്റിംഗ്സ് നീ കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സെറ്റിംഗ്സ് അല്ല ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തോന്നി ഞാൻ സമ്മതിച്ചേരാം. ബ്രോ മതി മതി ബ്രോ മതി ബ്രോ ഗിവ് അപ്പ് ചെയ്യില്ല മനസ്സിലായില്ലേ. ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല. ഹാൻഡിക്യാപ്ഡ് ആണ്. അതുകൊണ്ടാണ് നീ സന്തോഷിക്കുന്നുള്ളത്. നീ ഒന്ന് വിചാരിക്കണം. ഞാൻ ഒരു കൈ വെട്ടിയാണ് കെട്ടിയാണ് കളിക്കുന്നത് വിചാരിച്ചാൽ എന്റെ ഔദാര്യം. നീ രണ്ട് കൈയും കെട്ടിക്കളിയാ. എന്റെ സെറ്റിംഗ്സ് ശരിയാണെങ്കിൽ ഓരോരുത്തരും എന്നെ തൊഴിൽ മനസ്സിലായില്ലേ ജോക്കി. ഇതാണോ നിങ്ങളെ കോട്ടിന്റെ എക്സ്ക്യൂസ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അളിയാ. എന്നാ പിന്നെ ഗോട്ടിന്റെ സെറ്റിംഗ്സ് മാറ്റിട്ട് ഒരു കളികൾ കളിക്കാം. ഒരു കളികൾ കളിച്ചിട്ടേ പോകണല്ലോ നമ്മൾ ഇവിടുന്ന്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ വേണോടാ, ഇതിനൊക്കെ നമ്മൾ മുതിരണോ? പേടിയുണ്ട് കേട്ടോ, പേടിയുണ്ട് കേട്ടോ. പേടി ഒരു പേടിയില്ല. എനിക്കൊരു പേടിയില്ല. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താ ഇല്ല, ഓഫ് കളിക്കാം. ഞാൻ ഇതൊക്കെ ഓണാക്കി ചുമ്മാ പറയണം. ക്യാപ്റ്റൻ ഇതൊക്കെ വെറും എക്സ്ക്യൂസ് ഇല്ല ഉദ്ദേശിക്കാൻ പോയ ടൈമിൽ കളിക്കുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ആക്കിയത്. ലൈവ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചിട്ടു. ചേട്ടൻ അങ്ങോട്ടൊരു ചായം ഓഫ് ചെയ്തു. ന്യായത്തിന്റെ ഭാഗത്ത് അത്രേ ഉള്ളൂ. പക്കായിട്ട് ഞാൻ ഇതാക്കാണെങ്കിൽ ഞാൻ പറയും ഞാൻ തോറ്റു. ഞാൻ ഒരു കാര്യം പറയട്ടെ കളിയാ. റേസ് ഉറങ്ങി പകുതി എത്തിയപ്പോഴാണ് നീ പറയുന്ന 5-10 ആക്കുന്നെങ്കിൽ ആക്കിക്കോന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. പക്ഷെ ഞാനേ എനിക്ക് കാറോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ ഞാൻ ആലോചിച്ചു ഓഫ് ആകും. ഞാൻ ഡയലോഗ് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം ഓർത്തത്.
അതൊക്കെ mistake ആണ് അതൊക്കെ. 10,000 മൈനസായി, മനസ്സിലായില്ലേ? അത് ഞാൻ സമ്മതിച്ചു തരും. നില്ലായി ഞാൻ ഒരു കാര്യം പറയട്ടെ, കാസ്ട്രോ കയറ്റി വിട്ട് തിരിച്ചു കാസ്ട്രോ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ സ്ലോ ഒക്കെ ഇരുന്നെങ്കിലോ ഒപ്പത്തിനൊപ്പം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഇടിച്ചെന്ന്. എന്താണ് ഗ്യാസ് സ്റ്റോവ്? ചേട്ടാ അവർക്ക് പെണ്ണിന്റെ സൗണ്ട് ഏത് ചേച്ചി? അളിയാ അളിയാ നീ ഫ്രണ്ടിലാട്ടോ അളിയാ ഇപ്പം. അളിയാ സ്പീഡിൽ പോണേ അളിയാ. ഈ സാധനം ഓടിക്കാൻ പോലും പറ്റത്തില്ല. അളിയാ നീ ഫ്രണ്ടിലാണേ, അളിയാ നീ ഫ്രണ്ടിലാണേ, നീ ഫ്രണ്ടിലാണേ. ഓ അളിയാ, ഓ അളിയാ എനിക്ക് ഓടിക്കാൻ വെച്ചിട്ട് പറ്റിയെങ്കിൽ എനിക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല, മനസ്സിലായോ? വേടാ കണ്ടി വിളിച്ചോണ്ടിരിക്കുന്നേ. നിനക്ക് ഞാൻ ഹാൻഡിക്രാഫ്റ്റ് ആയതുകൊണ്ട് മാത്രം നിനക്ക് സന്തോഷിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ആ രക്ഷപ്പെടലുണ്ട് ചേട്ടൻ പേടി. ആണ് അത്ര ഗുഡ്. നമ്മള് ഒരു കാലും കൈയും കെട്ടിയിട്ടാണ് ഇപ്പൊ ഓടിക്കുന്നത്, മനസ്സിലായില്ലേ? നേരത്തെ കൈ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ കാലുമായി. നേരത്തെ ഒരു കൈ മാത്രമാണ്, ഇപ്പൊ കാലും കെട്ടിയ. ഇങ്ങനെ ഞാൻ ഇതൊക്കെ എപ്പ കെട്ടുന്നറിയാ? ഇതൊക്കെ എപ്പ കെട്ടുന്നോ? ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അപ്പൊ കാലും കൈ കെട്ടാ. കുലുങ്ങി എന്ന് പറഞ്ഞോണ്ട് കളി തോറ്റ് നമ്മുടെ ചെറുക്കനും കഴിഞ്ഞാലും തോറ്റ്. അവൻ വാ തുറന്നിട്ടില്ല അവൻ. പക്ഷേ അവന് സെറ്റിംഗ്സ് ഒന്നും മാറിയിട്ടില്ല, മനസ്സിലായ? അവൻ വാ തുറന്നിട്ടില്ല. ഞാൻ മാറ്റിയത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. അത് നീ മാറ്റിയതാണ് അവര്. അത് നീ അടിയാ ഞാൻ 10,000 മൈനസ് ആക്കി, മനസ്സിലായില്ലേ? പക്ഷെ എന്നെ കഴിവുകളെ ഉണ്ടല്ലോ ഈ തോന്നുന്നു, മനസ്സിലായ? എന്നാ അടുത്ത കളിയില് ഫസ്റ്റ് അടിക്കുന്ന ആദ്യം 14. അത്രേ ഉള്ളൂ. ഡബ്ല്യു ഡോൺ ചേട്ടൻ എല്ലാവർക്കും കൂടെ ഉള്ളതാണോ? എല്ലാവർക്കും ആരും നീ കഴിഞ്ഞ ഒരു 5 കളിയായിട്ട് ഇല്ല ടീമായി ഫ്രെയിമില്. ഞാൻ ഇവിടെ വിടാണ്ടിരിക്കാതെ ഇവിടെ എന്റെ ലൈവ് നോക്കിയാൽ ഞാൻ ഓടിക്കുന്ന രീതി. എനിക്ക് മാസൊക്കെ എന്നാ അടക്കേണ്ടത്? നിന്റെ അടുത്ത് EMI പറ. എന്നാ അടക്കേണ്ടത്? എടാ നീ മോശം EMI ഒക്കെ എടുത്ത് വെച്ചിട്ടാണോടാ? EMI ഒന്നുമല്ല. അല്ല നീ മോശം പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടാണോ നീ റേസിംഗ് ഒന്നും കളിക്കാതെ? ഇവൻ നാഗം ബാംഗ്ലൂർ വെക്കായിരുന്നു. ഗോകുൽ ഇങ്ങനെ വിളിച്ച് കളിച്ചൂടെ? നൈസ് കേട്ടോ, ഡ്രൈവ് എന്തോടെ കേട്ടില്ല. ഒരാള് പറഞ്ഞു നീ നല്ലോണം കളിക്കുന്നെന്നും പറഞ്ഞു കേട്ടോ. നല്ലോണം കളിക്കുന്നത് അല്ല എന്നെ ഈഗിളിന്ന് വിളിച്ചിട്ട് എന്തോ പറഞ്ഞതുപോലെ നീറ്റ് ഡ്രൈവിംഗ് ആണ്, നീറ്റ് ഡ്രൈവിംഗ് ആണ്. കൺട്രോൾ അളിയാ വണ്ടി പോയി കൈ അളിയാ കൈയും കാലും വന്ന മറ്റേ കാലും കൂടെ കെട്ടി കളിയാ. സമയം ഉണ്ടായിരുന്നു ഇത്ര കെട്ടിയായിരുന്നോ? അടുത്ത കളി വാ, എനിക്ക് അത്രേ ഉള്ളൂ. സംസാരം നീ അടുത്ത കളിയിൽ കാണണം. എനിക്ക് ആര് പ്ലെയർ ക്യാപ്റ്റൻ ഇപ്പൊ ഫിനിഷ് ചെയ്യും. നമ്മള് വിട്ടുകൊടുത്തില്ലേ ചേട്ടാ? വിട്ടുകൊടുത്തതല്ല ഗ്യാസ് കളിച്ച. എടാ ഗ്യാസ്ട്രോ ഞാനൊരു കാര്യം പറയട്ടെ, നീ മറ്റേ മോശമൊക്കെ ഇടുക. നീ മറ്റേ എന്ത് ബീച്ച് ടർട്ടിൽ ബീച്ച് എടുക്കാൻ പോയില്ലേ? അത് കിട്ടിയിട്ടില്ല. കാര്യമില്ലല്ലോ നോക്കൂ. ആ കഴിഞ്ഞു റേസ് ചെയ്ത് എന്താ കാര്യം? ഞാൻ ലാസ്റ്റിലപ്പ ഞാൻ അത്രേ ഉള്ളു.
എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനാണ്. അടുത്തൊരു മാച്ച് ഉണ്ടെങ്കിൽ അതെന്റെതാ. എടാ ഒരു പോയിന്റ് കൂടെ മൈനസ് ചെയ്തരാ അളിയാ നിന്റെ ഇതൊന്നും അത് മനസ്സിലായി. ഇതിപ്പോ എങ്ങനെയായിരുന്നു? നീ സെക്കൻഡ് ഫസ്റ്റ് ബാക്കിയെല്ലാം ഡീൽ. This is for Joki, you stupid monkey face Gogu. പറഞ്ഞിട്ടോ അത് വിഷയം. അല്ലെ അടുത്ത കളി നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നീയാണ് കിട്ടില്ലോ ഞാൻ പറയും. എന്റെ വായി കേൾക്കും നീ. ഉറപ്പാണോ? ആ ഉറപ്പാണോ അളിയാ? ഉറപ്പാ. ഈ ലോകം മൊത്തം പറയും. അതെ ഞാനും പറയും. ടോട്ടൽ ഇനി പോയിന്റ് ഞാൻ ഇത്ര ഡയലോഗ് അടിച്ചല്ലേ, ഞാൻ ഒരു കാര്യം നോക്കട്ടെ. ഞാൻ ഓഫാണോ നോക്കട്ടെ. നോക്ക്. ഞാൻ നോക്കട്ടെ എന്റെ എന്താണ് എന്റെ ട്രാക്ഷനും ഞാൻ ആ കട 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 കടല്ല കട. ഓഫ് ആണെങ്കിൽ സ്പീഡോമീറ്ററിൽ കാണിക്കും. മറ്റേ കാണിക്കും. സ്പീഡോമീറ്റർ ഇല്ലേ ഓഡോമീറ്റർ ഇല്ലേ അത് കാണിക്കും. അതിൽ STM മറ്റേ PC എന്റെ രണ്ടും ഓണാ ട്രാക്ഷനും ഇത്. TCR രണ്ടും ഓഫാ. ഞാൻ ഓഫ് ആയിട്ട് വിളിക്കുന്നത്. ഇനിയിട് ഇനിയിട് അല്ലാത്ത വേണോ? എന്തരാ Off-road. തീർന്ന്. ഓക്കെ അയ്യോ നീ തീർന്നെന്ന്. കാര്യമുണ്ടോ ഗോകു? ഈകളെ, നീ സ്റ്റെബിലിറ്റി ഇട്ട കാര്യമുണ്ടോ? ഞാൻ ഇന്നേ ഇട്ടിട്ടില്ല അവസാനം ഓഫാ. ഇവിടെ നീ സ്റ്റെബിലിറ്റി ഇട്ടാലും ഇട്ടില്ലേ നീ മൂന്നാമത് നാലാമത് ഞാൻ കളിയോ? ഓഫാ. അല്ല ഡ്രിഫ്റ്റ് ആക്കി കളിക്കാനല്ല. നീ അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സ്റ്റെബിലിറ്റി വെച്ചാൽ ഇല്ലാതെ കളിച്ച് അത് off സ്റ്റെബിലിറ്റി ആക്കിയിട്ട് ഓൺ ചെയ്യുമ്പോ കുറച്ചുകൂടെ സ്മൂത്ത് ആവത്തേ ഉള്ളൂ. ആണോ? ഞാൻ ഓണാക്കി നോക്കട്ടെ. ഓഫ് ആക്കിയിട്ട് കളിക്കുന്നപ്പോ നല്ലത്. പുതിയ അല്ല നീ കളിക്കാർക്ക് ഓഫില് ശീലിച്ച് ഞാൻ പറഞ്ഞ ഈ ഗെയിംസിനൊക്കെ അസിസ്റ്റ് ഉണ്ടോ? കുറെ അസിസ്റ്റ് ഇല്ലാത്ത കുറെ റോ ഗെയിംസ് കളിക്കുമ്പോ അതില്ലാതെ കളിക്കുന്നത്. ഞാൻ ഇത് ഓൺ ചെയ്ത് കളിച്ച് ശീലിച്ചോണ്ടാ ഞാൻ ഇട്ടേക്കുന്നത്. ഓഫായി കളിക്കുന്നതല്ല. വേണ്ട. ആണോ? അൾട്ടിമേറ്റ് full നമ്മളെ control-ആ. മഞ്ഞാണ് വേണോ? മഞ്ഞ് വേണ്ടല്ലോ. മഞ്ഞല്ലേ മഞ്ഞ് വേണ്ട. 150 കിലോമീറ്റർ റേസ് ലാപ്പ് ഉണ്ട്. അളേ ജോക്കി ഇതെന്തര് അത് ഈ റിയേഴ്സിൽ തന്നെ ആർമോണേ. ഞാൻ ഇത് ജോക്കി അല്ലട്ടെ, ഇത് ചേട്ടനാ പറഞ്ഞേക്കുന്നത്. ജയിക്കുന്ന ആൾക്ക് 10,000 രൂപ. എനിക്ക് ജോക്കി കൂടെ പറ. ആ എന്നാ പിന്നെ ഞാനൊരു 2,500 രൂപ. 5000 എന്നാ 5000. നീ തോറ്റു കഴിഞ്ഞാൽ 2,500 എനിക്ക് തരണം കേട്ടാ. ഞാൻ എന്റെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് 10,001. അത് കൊള്ളാം. 10 സബ് അത് എല്ലാവർക്കും കൂടെ ഉള്ളല്ലേ ഇത്? 10 സബ്. ഈകളെ 5000 രൂപയാണ്. 5000 രൂപ നിനക്ക്. ഞാൻ കഴിഞ്ഞ കളിയിൽ ഞാനാണെങ്കിൽ എന്റെ എന്തോ നല്ല ബുദ്ധി കൂടുതൽ ഞാൻ 5000 10 ഈ പൊട്ടം പുറകെ പോകുന്ന കണ്ടിട്ട് 15,000 മോനെ എന്റെ 5000 രൂപയുടെ 5000. പിന്നെ ഇവന്റെ Okay, set. എനിക്ക് ഇവന്റെ വെല്ലുവിളി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഓഫ് റോഡ് ഇല്ല നല്ല റേസ്. ഇവന്റെ വെല്ലുവിളി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവന്റെ. ലാപ്പ് വേണ്ടെന്നാ പറഞ്ഞ. ലാപ്പ് അല്ലാത്തത് ജോക്കി ബ്രോയും കൂടെ സ്റ്റിയറിംഗ് എടുത്തിട്ട് വരണം. എന്നാലേ ഇത് എന്തോന്നറിയാവോ അൾട്ടിമേറ്റ് ബ്രോ, ഇതാണെങ്കിൽ അല്ല പറയുന്ന കേക്കടാ. അല്ലളിയാ, ഇത് മൊത്തം നീളത്തിൽ വാൾമൗണ്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് എന്തേലും പറ്റിയ താഴെ ഇത് വാങ്ങണം, ടേബിൾ വാങ്ങണം ഇതിന് വേണ്ടിട്ട്. റാലി കാർ നിങ്ങൾക്ക് ഏത് വേണം? എല്ലാരും കളിക്കുന്നത് മറ്റേ കാർ ഇടണോ? അതോ Volkswagen. Volkswagen മതിയോ? ഇടാളിയാ അല്ല വോൾസ്വാഗൻ മതിയോ? മറ്റേ പോർഷ് വേണോ? പോർഷെയാ? Porsche പഴയതുണ്ട്, പുതിയത് 1995 പോർഷ് ഉണ്ടോ പഴയത്? അതുണ്ട്, പുതിയതുണ്ട്. ബീറ്റിലിടാളിയാ, എല്ലാവർക്കും കളിക്കാൻ അറിയാവുന്ന എന്നാ ബീറ്റിൽ. Volkswagen. ബീറ്റില്. ലെറ്റ്സ് ഗോ ഗൈസ്. കാലാവസ്ഥ കൊട്ട് ദ ഫൈനൽ റേസ്. എന്റെ ദൈവമേ, എന്റെ This 5000 is മോനെ. the end. അളിയാ, നേരത്തെ നീ വികലാംഗനെ കണ്ടത് നോക്കിയോ? ചെയ്ത് കളിക്കളി. അതെ അപ്പോട്ടാ അപ്പൊ ഇത് നമുക്ക് വില പറയാം കേട്ടോ. തീവായിട്ടാണ് ചാറ്റില്. ഇത് എന്റെ റേസാ. ഇത് നമ്മൾ അടിക്കും. ഗോഡ് മാൻ എനിക്ക് ഗോട്ടെന്ന് പേരിട്ടത് വെറുതെ അല്ല, ഞാൻ ഇപ്പൊ കാണിച്ചത്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മുക്കിന് നിന്ന് പോച്ചേ നിന്നോ. കഴിഞ്ഞാല് എന്റെ ഞാൻ പറഞ്ഞല്ലോ. ഇനി കഴിച്ച പാസ് നമുക്കത് വേണ്ട. This is the ഇതാണ് കളി. എന്റെ അമ്മ ദൈവമേ, എന്റെ 5000. ജോക്കി ഇങ്ങനെ പറഞ്ഞ് ആദ്യം തൊട്ട് പാനിക് ആക്കല്ലേ. ഇല്ലില്ല പ്രതീക്ഷിട്ടെ. ഞാൻ ജയിച്ചാ എനിക്ക് 10 എടുക്കാം അല്ലേ? അതെ നിങ്ങൾ 15. നമ്മുടെ ചെറുക്കൻ ഗ്ലൗസ് ഇട്ടോണ്ടിരിക്കുന്നതാടാ, മുളകരിയാനല്ല. അളിയാ, ഇത് നിന്റെ വായില്. ഈ എന്റെ വായിന്റെ എവിടാന്ന് വെച്ചാ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ അപ്പുറത്തൊരു പെട്ടിട്ട് കിടക്കുന്നത്?
മോനെ 42 കിലോ. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ മഞ്ഞ്. 42 കിലോമീറ്റർ. കാട്ട് കോത്ത് കരുപ്പത്തോ സ്ലോ ആക്കണ്ടേ ഇത്ര കൺട്രോൾ ഉണ്ടായിരുന്നു മഞ്ഞിക്ക്. നൈസിടെ കൂട്ടാൻ നൈസ് കയ്യെ പോയാൽ മതി. ഹൈസ്കൂളൊക്കെ ഡീമന്റെ ഒക്കെ ഒരു പവർ കേട്ടില്ലേ? എനിക്ക് മാത്രം ഒരു ഗിയർ എക്സ്ട്രാ തരാം. പോലെ കൺട്രോൾ ആയി. നമ്മളുണ്ട് പോയി യോഗി. യോഗി അനങ്ങല്ല. ചെറുപ്പം കല്ലടിച്ചിട്ടുണ്ടാ പിടിക്കുകയും കൊട്ടുപൂച്ചി ഗോ കടപ്പോ വേഗം പോ. പറന്ന പാറയെ കൊണ്ട് ചിലപ്പോ കിടന്നു പോകാം. അവരെ പോയത് യോഗി വണ്ടി അനങ്ങുന്നില്ല യോഗി. റീസെറ്റ് കാർ അടിച്ചു എസ്കേപ്പ് അടിച്ചു. എനിക്ക് രാത്രി ആയതുകൊണ്ട് ഭയന്ന് കാണുന്നില്ല. വായിലെന്തരാ പുണ്ണാക്ക. അത്രയുള്ള കേട്ട് കൊടുക്കണം. തോയിനൊരു കണ്ടത്തേക്ക് എച്ചടി. കയ്യെ നീ ഒന്ന് വിളയാടിയല്ലേ? ഇല്ലല്ലോ നമ്മളെ കാളി വളർന്നു. എടാ ഡീമ നീ ഇല്ലടാ ഈ കളി കഴിയുമ്പോ ഞാനും ടീമിനും മാത്രം പൈസക്കാരൻ. എനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോ നോക്കും. അവരെല്ലാം മിസ്സായി. അത് ഷോട്ടൊക്കെ പോയി. ഔട്ടാക്കി തന്നെ അടിച്ച് പുറത്ത് മതി. എന്റെ കൂടെ ഇടിച്ചു പോയി. ജോക്കി ഇവിടെ ഉണ്ടാളിയാ? ലൈവും കാണുന്നുണ്ട് നമ്മുടെ. പറയല്ലേ പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മളൊന്ന് വികലാംഗനായി പോയപ്പോ എന്തൊക്കെ ഡയലോഗ് ഇതെന്താ ഇങ്ങനെ? എന്റെ ബഗ്ഗാടാ റീസർ അടിച്ചപ്പോ. ശരി തന്നെയാണ്.
മിസ്റ്റേക്ക് ചെയ്യണ ഇവ എന്തിനാ നീ നമുക്ക് ടോക്കിയുടെ പൈസ മതിയില്ല നമുക്ക് നമുക്കത് മതി നമുക്കത് മതിയറാ അങ്ങനെ പറയല്ലേ ഗോകു അങ്ങനെ പറയല്ലേ ടീമിന് ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ നീ ഒരു കഴിവില്ലാത്തവരെ ആൾക്കാരെ ചോദിക്കത്തില്ലേ നമുക്ക് എന്തായാലും ആനും അണ്ണാ പൈസക്കാരനാവുമല്ലോ ചെറുക്കനും പൈസ എനിക്കും പൈസ ഞാൻ ഗ്രീഡി ആവല്ലോ മനസ്സിലായില്ലേ അതാണ് ഡബ്ല്യു മെന്റാലിറ്റി മെന്റാലിറ്റി അല്ല അവന് ഭ്രാന്താവും പൈസ ഓണ വഴിയിൽ പുല്ലോലും പറിക്കുന്നില്ല പുല്ല് പറിക്കാൻ നിന്റെ കാടല്ലല്ലോടാ സൗണ്ട് സമ്മതിച്ചു ഞാൻ കോട്ടാന്ന് എന്ത് വേടാ ചാറ്റ് രണ്ടാം മതി റെഡി എന്ത് ബീഫ് മന്തിയാണോ ഇഷ്ടം ചിക്കൻ മന്തിയാണോ ഏതാണ് ഗോട്ട് മന്തി നീ എനിക്ക് ടൂക്ക് ചെയ്തിട്ടുണ്ട് അതല്ലേ അതാണ് അവന് ഇഷ്ടം ഒരു കമ്പാക്കും ഇല്ല അത് അവൻ നേരത്തെ പറഞ്ഞ എക്സ്ക്യൂസ് അതാണെങ്കിൽ നമ്മള് അവനെ കണ്ണ് കാണാത്തോണ്ട് കള്ളിൽ ചെന്ന് ഇടിച്ചു നീ കണ്ടോണ്ടിരിക്കുകയാണ് എന്റെ സെറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ നിന്റെ മുന്നേ ഞാൻ മാറ്റിയത് ഞാൻ ശ്രദ്ധിച്ചില്ല എക്സ്ക്യൂസ് ഞാൻ മറ്റേ സെറ്റിങ്സ് മാറിപ്പോയെന്ന് തീട്ട എക്സ്ക്യൂസ് ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ടാണ് കളിക്കാൻ പറ്റുന്നത്. നീ നല്ല ടൈം കിടക്കുമല്ലേ കഴിവോടെ നിൽക്കുകയാണ് ഈ ടോപ്പിക്ക് അളയാ നമ്മള് ഈ എക്സ്ക്യൂസ് നമ്മള് കൈ കെട്ടി വെച്ചു കാല് കെട്ടി വെച്ചു 10 മിനിറ്റ് കഴിയുമ്പോൾ തലയും കൂടെ കെട്ടി വെച്ചു നമ്മള് ഇല്ല ചേട്ടാ കൈ കെട്ടി വെച്ച് കഴിഞ്ഞു ഇനിയാണ് ചോദ്യം കഴിഞ്ഞു മനസ്സിലല്ലേ ഞാൻ ഇതിൽ പറഞ്ഞല്ലോ ഞാൻ അവൻ ജയിക്കുകയാണെങ്കിൽ അവനാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയാൻ പറഞ്ഞു അതെ അത് ചെറുപ്പം എന്റെ കോൺഫിഡൻസ് മനസ്സിലായില്ലേ മാറിക്കിടന്നു ഞാൻ ആർക്കറിയാം ഗെയിമിന്റെ ഇടയ്ക്ക് പോയി സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല ഗെയിം കളിക്കുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല ഇനി ആർക്കറിയാം ഗെയിം കഴിഞ്ഞിട്ട് മാറ്റിയിട്ടാണോ നമ്മളെ ലൈവ് കാണിച്ചതെന്ന് ആർക്കറിയാം ഡിസ്കോഡ് ലൈവ് ഇട്ടാ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കണ്ടിട്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ പോരെ തത്സമയായിരുന്നു സ്കൈവൻ വിഷമം കാണും ഒരു ഭാഗ്യം നിനക്കൊരു ലക്ക് ഉള്ളതുകൊണ്ട് എന്റെ സെറ്റിംഗ് വർക്കുന്നുണ്ട് ആ 10,000 നിനക്ക് സേവ് ആയി കുഴപ്പമില്ല ചെറുക്കൻ ഇന്ന് മറ്റേ ഇത് എന്തൊരു പറഞ്ഞ മറ്റേ കണ്ണാടി വെച്ച് സ്ട്രീം ചെയ്യത്തുള്ളൂ സൂപ്പർ സൂപ്പർ അത് ഡബ്ല്യു ആയിരുന്നു ശബ്ദം ഡബ്ല്യു ആയിരുന്നു. പക്ഷെ നമ്മള് റേസി ഒരു ലാപ്പ് പുറകെ കിടന്നിട്ട് നമ്മള് ടാറ്റ ബൈ പറഞ്ഞിട്ട് അവിടെ പോസ്റ്റും ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ ഒന്നും ഇപ്പൊ അങ്ങനെയല്ലോ ഭയങ്കരമായിരുന്നത്. അയ്യോ ഒന്നത്തിന് ഗതികേടുണ്ടല്ലോ. മാറി എന്നെ കൊണ്ട് കളിക്കാൻ പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല സെറ്റിംഗ് മാറി ഇത്ര നാള് കളിക്കാത്ത സെറ്റിംഗ്സിൽ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല നീ ആണെങ്കിൽ കളിക്കാൻ പോകണ്ടല്ലേ വെടിവെക്കാൻ പറ്റാത്തതുകൊണ്ട് നീ 1000 സെൻസിറ്റീവ് മാറ്റുന്ന നീയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് കേട്ടിട്ട് തന്നെ വരുന്നു. ഓ ഇത് എടാ നീ എന്തിനാടാ ഇങ്ങനെ ഈഗോ നിനക്ക് എന്തിനാണ് എന്റെ വെടിയിൽ പോകേണ്ട ആവശ്യം എന്താണ്? എനിക്കറിയേണ്ടത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നീ, ഞാൻ പറയുന്ന കേക്കടാ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നീ എന്തിനെന്റെ വെടിയെ പറയുന്നു? നീ എന്തിനെന്റെ വെടിയിൽ പോയി?
നീ എന്തിനെന്റെ വെടിയിൽ പോയി? എടാ വണ്ടി ഓടിക്കുന്നെങ്കിൽ വണ്ടി ഓടിക്കൂ. മാറ്റിയില്ലേ നീ കളിക്കുന്നത് മനസ്സിലായില്ലേ? നീ എന്തിനെന്റെ വെടിയിൽ പോയി? നീ എന്തിനെന്റെ വെടിയെ പറഞ്ഞു? നിന്റെ വെടിയെ ഞാൻ ഈ കിടക്ക്. അത് താല്പര്യമില്ല. നീ അല്ലടാ പറഞ്ഞ എന്റെ വെടിയുടെ സെൻസിറ്റിവിറ്റി മാറ്റിയത്. എനിക്കറിയത്തൊന്നുമില്ല, നിനക്കൊക്കെ അറിയാം. എനിക്കറിയത്തെങ്കിലും കഴിവറാ മോനെ, മുമ്പിത്തരം പറയുന്നു. നീ അത്രക്കാരനാണെന്ന് ഞാൻ എന്റെ വെടിയുടെ സെൻസിറ്റിവിറ്റി മാറ്റിയത്. നീ തന്നെ നിന്നെ expose ചെയ്തു. ഞാൻ പിന്നെ പറയാം. നീ അല്ലടാ പറഞ്ഞ സെൻസിറ്റിവിറ്റി മാറ്റുമെന്ന്. അല്ലെ, നിനക്ക് സെൻസിറ്റീവ് മാറിക്കത്ത വെടി കൊണ്ടില്ലെങ്കിൽ നീ മാറ്റൂലേ? ആ വീടിന്റെ കാര്യമാണ് ഞാനും പറയുന്നത്. അതന്നെ ഞാൻ പറഞ്ഞത്. അതെന്തിന് നീ എവിടെ പോണം? സെറ്റിംഗ്സ് ആവുമ്പോഴല്ലേ നിനക്ക് വെടിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അറിയാ ഇവിടെ നീ- ആ സെറ്റിംഗ്സ് മാറുന്നതിന് ഭയങ്കര വലിയൊരു ഭാഗ്യം. വ്യത്യാസമുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്നതാ മനസ്സിലായില്ലേ? അതെ, ഇത് സന്ധിയില് സെപ്പറേറ്റ് ബട്ടണിൽ അടക്കണം നീ. അറിയാ ഇത് ഭയങ്കര എനിക്ക് ഞാൻ ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ കളിയേ നീയാണെങ്കിൽ പറഞ്ഞതിന് ഒരു കയ്യും കണക്കുമില്ല. എന്തൊക്കെയായിരുന്നു അല്ലേ അത് നീ കാണിച്ചു. നീ പറഞ്ഞോണ്ടോ? നീയാണ് പറഞ്ഞു ആദ്യം കൈ കെട്ടി വെച്ച്, പിന്നെ പറഞ്ഞു കുറച്ചേരം കഴിഞ്ഞ് കൈയും കാലും കെട്ടി വെച്ച്, കുറച്ചേരം കഴിഞ്ഞ് മൊത്തത്തിൽ കെട്ടി വെച്ച്. കണ്ടില്ല അളിയാ, ഇപ്പൊ ഞാൻ പോണ പോക്ക് കണ്ടില്ല അളിയാ. അത് അത് കാരണം പോലെ ഇതിന്റെ കണ്ട് settings അത് പല settings ആയി. അത് അത് അല്ല, ഞാൻ റീസൺ ഒന്നും പറയണ്ട. ഞാൻ ആ പാറ കൊണ്ടിരിക്കുന്നത് എന്താ എന്റെ അമേസിംഗ്. നിന്റെ കണ്ണിൽ എന്തൊരു പുഴുവാ. എന്റെ കണ്ണിൽ കണ്ണാടി. കണ്ണിൽ പുഴ കണ്ണാടിയാണ്. അമേസിംഗ് ആണത്. കണ്ണിൽ കണ്ണാടി. എടാ, ഡീമ, എടാ, പൈസ അവന് എടാ, വണ്ടി ഓടിക്കുന്നതേ കാണാൻ പറ്റുന്നില്ല. എടാ, ഡീമ, പറ ഒരു മിസ്റ്റേക്ക് കാണാടാ എനിക്ക്. ഇതിനെന്നെ തമാശ പറഞ്ഞതാ. ആ വൈറ്റ് ഒന്നുമില്ല. മാറ്റമല്ല കളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൈസയും കൂടെ ഇറക്കുമ്പോഴത്തേക്കിന് ചേച്ചി എന്തായാലും സീനാക്കും, ഡിവോഴ്സും ആവും, ഇയാളുടെ ജോലിയും പോവും. തീർന്ന് മൊത്തത്തിൽ തീരുമാനമാവും ഇപ്പൊ. പക്ഷെ അണ്ണൻ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു. പൈസ ഇടുമ്പോ ഞാൻ ജയിക്കണമെങ്കിൽ എനിക്കാണ് പൈസ എന്ന് പറഞ്ഞാണ്. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇല്ല അണ്ണാ, എത്തിയതായിരുന്നു. അളിയാ, നീ 60 സെക്കൻഡ് പിറകിലായിരുന്നു. അടുത്തത്തിൽ നിന്നൊന്നും പറയില്ല കേട്ടാ. എടാ പോടാ, നിന്റെ അടുത്തല്ലടാ, ഡോൺ ചേട്ടന്റെ അടുത്ത്. നീ ഇപ്പൊ ലൈവിൽ അവളെ ചേച്ചിന്ന് വിളിച്ചില്ലേ? ഞാൻ ഇതെടുത്ത് ഈ പോസ്റ്റ് എടുത്തിട്ട് കേൾപ്പിക്കും. അല്ലല്ല, ഞാൻ പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാൻ വേണ്ടി റാണിന്ന് ആ പെട്ടെന്ന് ബാക്കി റാണിന്ന് വന്നില്ല പെട്ടെന്ന്. തുടങ്ങിയില്ലേ പറയട്ടെ. ജോക്കി, ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. ഞാൻ കാട്ടിട്ടോണ്ടിരിക്കുന്നു. നീ കാട്ടോണ്ടിരിക്കുന്ന നിന്റെ കണ്ടി കാണാൻ താഴെ ഇപ്പുണ്ട്. അവന്റെ വായിലോട്ട് വെച്ചത്. എന്തൊക്കെ പറഞ്ഞ കേട്ടോ, വേണോന്ന് എന്തൊക്കെ വേണോ ഇട്ടോണ്ടിരിക്കുക. ഒരു 5000 എടാ കാട്ടോ. എടാ അന്താ വാതിലും പറ. ഇതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക. ജോക്കി, ഞാൻ ജോക്കിയോട് പറഞ്ഞില്ല, ആ തുടക്കത്തിൽ മിസ്സായി പോയി ജോക്കി. ഈ രാത്രി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോക്കി. ഇത് രാത്രി 5000 രൂപ. ഇതെന്ത് ഇങ്ങനെ, എവിടെ റോഡ് എവിടെ? ചെറുതോടെ നമ്മൾ ചായ കുടിച്ചിരുന്നു. ഇതിന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു beast ആ മനസ്സിലായില്ലേ എന്റെ പൊട്ടിച്ചത്. ജോക്കി, എനിക്ക് വിഷമമുണ്ട് ജോക്കിയുടെ പൈസ പോയല്ലേ. പക്ഷെ അത് കുഴപ്പമില്ല. അത് നാളെ നാളെ തിരിച്ചു പിടിക്കത്തില്ലേ? വിധി വിധി വിധി. ഇല്ല, നാളെ സപ്പയിക്കണം, നാളെ സപ്പയിക്കണം. എടാ, നമുക്ക് എങ്ങനെ പൈസ കൂട്ടി 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 ഇതൊരു ജീവിതകാല കടമാക്കിയാലോ? മരിക്കുന്നതിനൊക്കെ ലൈവ് ഒക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചൊക്കെ വിളിക്കാം. കണ്ടന്റ് പോലെയാ, ഉറപ്പാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ലൈവ് ഇട്ടില്ലല്ലേ, ഈ ആഴ്ച പൈസ. നമുക്കിതൊരു ജീവിതകാല കടമാക്കാം. ഓരോ ദിവസം കൂട്ടി 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 ഒരു 2-3 മാസം കഴിയുമ്പോൾ നീ എനിക്ക് ഞാൻ നിനക്ക് 1 കോടി രൂപ, നീ എനിക്ക് 50 ലക്ഷം രൂപ ചെയ്താണ്ട് അല്ല, നമ്മൾ രണ്ടും ഡയലോഗ് അറിയില്ല, അളിയെ പറയും. അതാ. അടുത്ത ഡബിള് ട്രിപ്പിള്. അളിയന് എത്ര ദിവസം ടൈമുള്ള? 10 ദിവസം ഇത് പൈസ തരാം. എന്റെ ഇങ്ങനത്തെ മാച്ചുകൾ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ വന്നാലേ ഒരു രസമുള്ളൂ. ഇതൊന്നും കണ്ടില്ലല്ലോ. കഴിഞ്ഞ കളി അത് തന്നെ ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായോ? കണ്ടി അയ്യേ, അയ്യേ, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലായിരുന്നു കഴിഞ്ഞ കളി നമ്മള് അതാ ഞാൻ പറഞ്ഞ ആ ഒരു
ഞാൻ കല്ല് കണ്ടില്ലടാ ഫസ്റ്റ് അത് മറ്റേ മഞ്ഞാണെന്നാ വിചാരിച്ച ആദ്യം. ഇത് നമ്മള് മഞ്ഞാനും പറഞ്ഞ് കല്ലിൽ അടിച്ചു, കഴിഞ്ഞ ആൾ ഇതിന്റെ കൈയും കാലും കെട്ടി വെച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. അതാ ഞാനും ആ കല്ലടിച്ചു കണ്ടാ നീ രണ്ടാമത് കണ്ട് രണ്ടാമത് ആ കല്ലടിച്ചിട്ട് ഞാൻ ജോക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നടാ. ഇടിച്ചിടിച്ച് വാ നമുക്ക് എന്തിനാടാ ഇങ്ങനെ ഓരോ അപവാദം പറയുന്നേ? എന്തിനാണ് ഇങ്ങനെ അപവാദം? ഇതൊക്കെ ലൈവില് നടക്കുക കേട്ടോ, ലൈവില് ഇത് കഴിഞ്ഞ മാച്ചിലെ കാര്യങ്ങളല്ലേ, പിന്നെ ഓർത്തിരിക്കുവാണോ നിങ്ങൾ ഇതൊക്കെയാണ്? ഈ മത്സരത്തെ കാര്യങ്ങൾ കല്ലിലിടിക്കുമ്പോൾ അവന്റെ വണ്ടി ഇടിച്ചപ്പോ എനിക്കൊന്ന് വേദനിച്ചു, അതുകൊണ്ട് ഞാനൊന്ന് അലറി, അത്രയേ ഉള്ളൂ. പിന്നെ വണ്ടി കയറി ഇടിച്ചടാ വാടാ ഈകളെ. കേറി പോടാ. നീ കഴിഞ്ഞ കളി തന്നെ എടുത്തിട്ട് നീ ഊമ്പിച്ചളിയാ നീ. അത് കുറച്ച് തരണല്ലോ എനിക്ക്. കാരണം നീ ഒരു ബോട്ടിന്റെ അടുത്താണ് നീ ഞാനിപ്പോ പോയിന്റ് ടേബിൾ എത്രാമതാ? കഴിയുമ്പം എന്താ തരപ്പോലെ. ഞാൻ രണ്ടാമത് എത്ര പോയിന്റ് ഉണ്ട് എനിക്ക്? നീ 5, ഗോകു 5, ഗോകു 4. ഓ ഗോകുന് 6 പോയിന്റ് ഉണ്ട്. ഷിറ്റ്. നിന്റെ ഒരു പോയിന്റ് കുറയും ചെയ്താ അത് അതാ പറഞ്ഞെ. അയ്യോ ലെറ്റ്സ് ഗോ. അപ്പൊ പ്രാങ്ക് ആയിരുന്നു അഭിചരണ, പ്രാങ്ക് ആണെന്ന് പറ. ആ പ്രാങ്കിൽ ആ പ്രാങ്കിൽ സക്സസ്ഫുള്ളായിട്ട് ടീമും കൊത്തി. നൈസ് വെൽ പ്ലേഡ്. തോയി ലാസ്റ്റ് തന്നെ ഓമ്പിച്ചല്ലോ. നീ മുടിഞ്ഞു പോത്തോളാം, നീ മുടിയും. എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അന്ത കണ്ണാടിയും വെച്ചിട്ട് സുഖകാനം കളിക്കാൻ നേരം വരുമ്പോ വന്നോണ്ടല്ലോ. ചടത്തിടുന്നില്ല ചാലഞ്ച് കൊടുത്ത് ജോക്കിയല്ലേ ജോക്കിയാ വൃത്തിയായിട്ട ചാലഞ്ച് എനിക്ക് തന്നത്. ഞാനാണെങ്കിൽ മെയില് നോക്കാൻ വേണ്ടി കുത്തിയിരുന്ന, അല്ലെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഉറങ്ങിയേന്. ഇത് തീരുന്ന വരെ ഇത് ഓഫ് ചെയ്യരുതെന്ന്. 8, 6, 4, 3